ഏറ്റവും അനുഗ്രഹപ്രദമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ ഈ സമയങ്ങളിലൊക്കെ കടന്നു പോകുന്നത്. ദൈവം അനുഗ്രഹിച്ച് ഇവിടെ ഒന്നിച്ചു ചേർന്ന് ബലിയർപ്പിക്കാൻ അവിടെ നമുക്കൊരു അവസരം നൽകി, ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരു അവസരം നൽകി എന്നൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ സമയം നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ പങ്കുചേരുമ്പോൾ ഏറ്റവും ഭക്തിയോടുകൂടി പങ്കുചേരാം, സന്തോഷത്തോടുകൂടി പങ്കുചേരാം. ഇന്നത്തെ ബലി പ്രത്യേകമായിട്ട് ഇടവക ജനത്തിന് വേണ്ടി വികാരിച്ച് അർപ്പിക്കുന്ന ബലിയാണ്. ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഈ ബലിയെ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിന്റെ ബലിയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഈ ബലിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവരെ നമുക്ക് സമർപ്പിക്കാം. അവരുടെ പ്രാർത്ഥന നിയോഗങ്ങൾ നമുക്ക് ഓർക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് ഓർക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടി ഈ ബലിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവേ, ഞങ്ങൾ ഈ 5 ദിവസം നോമ്പെടുത്തും ഉപവാസമെടുത്തും പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ വീടുകളൊക്കെ അലങ്കരിച്ചു, കുമ്പസാരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ നല്ല രീതിയിൽ ശുദ്ധീകരിച്ചു. ഈ വിശുദ്ധ ബലിക്കായിട്ട് ഞങ്ങൾ ഒന്ന് ചേർന്നിരിക്കുന്ന സമയമാണ്. ഭക്തിയോടുകൂടി ബലിയർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ, ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അവതീർണനായ മിശിഹായുടെ സ്നേഹം നുകർന്നുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഈ വിശുദ്ധ ബലിയുടെ സമയത്ത് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളൊന്ന് ചേർന്ന് ഏറ്റവും ഭക്തിയോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവേ ബലി അങ്ങയുടെ സന്നിധിയിലേക്ക് അർപ്പിക്കുന്നു. സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ശാന്തി സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ദൈവമേ, അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച മിശിഹ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ചൈതന്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. പുൽക്കൂട്ടിൽ അവതീർണനായ മിശിഹായെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി സ്വീകരിച്ച് നമുക്ക് ആരാധിക്കാം.
ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഭക്തിയോടെ പരികർമ്മം ചെയ്ത് പരിത്രാണ കർമ്മത്തിന്റെ ഫലങ്ങൾ കരകതാക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആനന്ദത്തിൽ മുഴുകട്ടെ ദീപസമൂഹവും അനവരതം. നിസ്തുലമാകും തന്നീരി ഉദ്ഘോഷിക്കുന്ന ആകാശം ജനതരെല്ലാം അവിടുത്തെ മഹിമകൾ കണ്ടു നമിക്കുന്നു. വാഴും മാനവരെ മോദിച്ചിടുകത്താവിൽ നന്ദിയുടാം തിരുനാമത്തെ എന്നും വാഴ്ത്തി നമിച്ചിടുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് കുടിചൂടി നിൽക്കുന്ന സഭയിൽ എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിലും പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും നിത്യം ജീവിക്കുന്നവരാ നാമേ വാഴ്ത്തി പാടിടുവിൻ. പരിശുദ്ധൻ നീ സർവേശ്വര, പരിശുദ്ധൻ നീ ബലവാനേ, പരിശുദ്ധൻ നീ അമർത്യനേ. ഒന്നാം വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 7 10 മുതൽ 14 വരെയും അധ്യായം 9 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിവചിച്ചു, ഞാനത് ആവശ്യപ്പെടുകയോ കർത്താവിനെ പരീക്ഷിക്കുകയോ ഇല്ല. അപ്പോൾ യെശയ്യാ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക. മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എന്റെ ദൈവത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് ഒരടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. എന്നാൽ
ദുഃഖത്തിലാണ്ടുപോയവരുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബൂലൂനിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇടയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാനക്കരയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്വമായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദിക്കുന്നു. എന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയമായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണ്. അവന്റെ സമാധാനം അനന്തവും, നീതിയും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കാൻ തന്നെ. സൈനികരുടെ കർത്താവിന്റെ പ്രതിഷ്ഠത ഇത് നിറവേറ്റും. രണ്ടാം വായന മിക്കയുടെ പുസ്തകത്തിലുള്ള വായന അധ്യായം 4:1 വചനങ്ങൾ. കർത്താവേ ആശീർവദിക്കണമേ. അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മരതീ ശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും. കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും. ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിന്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനങ്ങൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂരസ്ഥമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാളുയർത്തുകയില്ല. അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. ബേത്ലഹേം, എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവന്റെ സഹോദരരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. കർത്താവിന്റെ ശക്തിയോടെ, തന്റെ ദൈവമായ കർത്താവിന്റെ മഹത്വത്തോടെ അവൻ വന്ന് തന്റെ ആളുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകിയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അസിറിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാലുകുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ 7 ഇടയന്മാരെയും 8 പ്രഭുക്കന്മാരെയും അണിനിർത്തും. യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനതകൾക്കിടയിൽ, അനേകം ജനതകൾക്കിടയിൽ, വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെ പോലെയും ആട്ടിപ്പറ്റത്തിൽ യുവസിംഹത്തെ പോലെയും ആയിരിക്കും. അത് ചവിട്ടി മെതിച്ചും ചീന്തി കീറിയും നടക്കും. രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രതിയോഗികളുടെ മീതെ നിന്റെ കരം ഉയർന്നു നിൽക്കും. നിന്റെ സർവശത്രുക്കളും വിച്ഛേദിക്കപ്പെടും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്കെതിരെ ലേഖനം 3-ാം അധ്യായം 18-19 വചനങ്ങൾ. കർത്താവേ ആശീർവദിക്കണമേ. വിശുദ്ധമായിരിക്കട്ടെ. സഹോദരരെ, മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രഹാമിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്കെന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യേക ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. ഇതാണ് 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം. ദൈവം കണ്ടതിനെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ, വാഗ്ദാനത്തെ
കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യവർത്തി വേണ്ടൂ. എന്നാൽ ദൈവം ഏകനാണ്. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണ്. ഒരിക്കലുമല്ല. എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാനമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. ഹല്ലേലൂയ 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 പാടുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ ചെയ്തെന്നോടേ നീയല്ലോ വത്സലപുത്രൻ ഞാനിന്നേ നിനക്കായി ജന്മം ചോദിക്കുക നീ എന്നോടെന്നും ദയയുടെ അനേകങ്ങളിൽ നീരാകും ജനതകളിലും നിന്നവകാശം പാദമാസുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ ആദിമുതൽക്കേന്നും നിത്യവുമായി ഭരിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടുന്ന ഹല്ലേലൂയ 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 പാടുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2:1 മുതലുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ലോക നിവാസികളെല്ലാം പേരെഴുതിക്കണമെന്ന് അഗസ്റ്റ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. സ്ത്രീയായ കിരീനിയോസ് ദേശാധിപതി ആയിരിക്കുമ്പോൾ ഈ ഒന്നാമത്തെ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ നഗരങ്ങളിലേക്ക് പോയി. ദാവീദിന്റെ കുടുംബത്തിലും കുലത്തിലും പെട്ടവനായിരുന്നതിനാൽ യോസേഫ് ഗലീലയിലെ നസ്രത്ത് എന്ന നഗരത്തിൽ നിന്ന് യൂദയായി ദാവീദിന്റെ നഗരമായ ബത്ലഹേമിലേക്ക് തനിക്ക് വിവാഹ നിശ്ചയം ചെയ്ത ഗർഭിണിയായ മറിയത്തോടു കൂടെ പേരെഴുതിക്കാൻ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമായി. അവൾ തന്റെ ആദ്യജാതനെ പ്രസവിച്ചു. അവന് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു. ആ പ്രദേശത്തെ വയലുകളിൽ തങ്ങളുടെ ആടുകൾക്ക് രാത്രി കാവലിരിക്കുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവർക്ക് ചുറ്റും പ്രകാശിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും ഉണ്ടാകാനുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ മിശിഹ ഇന്ന് ദാവീദിന്റെ നഗരത്തിൽ ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ള അടയാളം ഇതാണ്. പിള്ളക്കച്ചവതിന് പുൽത്തൊട്ടിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കണ്ടെത്തും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ദൂതനോടൊത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബത്ലഹേം വരെ പോകാം,
കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ തിടുക്കത്തിൽ പോയി മറിയത്തെയും യോസേഫിനെയും ഉൾത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടു കഴിഞ്ഞപ്പോൾ ശിശുവിനെ പറ്റി തങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെ പറ്റി അത്ഭുതപ്പെട്ടു. മറിയമാകട്ടെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് പറയപ്പെട്ട പോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകലത്തെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. എല്ലാവർക്കും തിരുപ്പിറവി ആശംസകൾ. തുടർന്ന് നമ്മുടെ പ്രദക്ഷിണമാണ്. എല്ലാവരും പ്രദക്ഷിണത്തിൽ പങ്കെടുക്കണം. വന്ദനമരുളാൻ വന്നിടുവിൻ നിർമ്മലബോധമതിഞ്ഞൊഴുകും മംഗളയാനം പാടിടുവിൻ. ആദിനാവിൻ പനിനീരിൽ പൂനിലാവിൻ പുഞ്ചിരിയിൽ നീലവാനിലെ സുരദീപം താണിറങ്ങി വരുന്നുലകിൽ താണിറങ്ങി വരുന്നുലകിൽ. ആദിനാവിൻ പനിനീരിൽ പൂനിലാവിൻ പുഞ്ചിരിയിൽ നീലവാനിലെ സുരദീപം താണിറങ്ങി വരുന്നുലകിൽ താണിറങ്ങി വരുന്നുലകിൽ. ഉണ്ണിപ്പിറന്നു ബേത്ലഹേമിൽ വന്ദനമരുളാൻ വന്നിടുവിൻ നിർമ്മലബോധമലിഞ്ഞൊഴുകും മംഗളഗാനം പാടിടുവിൻ മംഗളഗാനം പാടിടുവിൻ.
ഈ ലൈറ്റ് മാത്രം എങ്ങനെ മിന്നി തിളങ്ങുന്നത്? ബാക്കിയൊക്കെ കത്തി നിൽക്കുകയാണല്ലോ, ഈ നക്ഷത്രം മാത്രം എന്തെങ്ങനെ നിൽക്കണേന്ന് ചോദിച്ചു. അപ്പൊ അപ്പം പറഞ്ഞു, മോനെ അത് നക്ഷത്രമല്ല, വിമാനമാണ്. അപ്പൊ ഇവിടെ വീണ്ടും ആശ്ചര്യം കൂടി. വിമാനം അതെന്താന്ന് വെച്ചു. വിമാനം അതിൽ നിറയെ ആളുകളാണ്. ഈ വിമാനത്തിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും അവരോട് ചോദിച്ചു, അപ്പൊ എങ്ങനെയാണ് ഈ വിമാനത്തിൽ ആൾക്കാർ കയറുന്നത്? വലിയ കോടി വെച്ച് കയറും. അപ്പൊ അപ്പം പറഞ്ഞു, അല്ല, ഈ വിമാനം താഴെ ഇറങ്ങി വന്ന് ആൾക്കാരെ കയറ്റി മുകളിലേക്ക് പറക്കും. അവനത് സന്തോഷത്തോടെ കേട്ട് വീട്ടിലേക്ക് യാത്ര തുടർന്നു. വീട്ടിലെ ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ തൊട്ട വലിയ അനുഗ്രഹത്തിന്റെ സ്മരണ പുതുക്കുന്ന ഒരു ക്രിസ്മസ് ദിവസം കൂടെ സമാഗതമായിരിക്കുകയാണ്. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുമസിന്റെ ആശംസകൾ നേരുകയാണ്. നമുക്ക് പരസ്പരം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മുഖത്തും നോക്കി ചിരിച്ച് ഒരു ക്രിസ്മസ് ആശംസയൊക്കെ പറയാം. തൊട്ടടുത്തിരിക്കുന്ന ആരാന്നൊക്കെ നോക്കി നന്നായിട്ട് മുഖത്ത് നോക്കി ഒരു ചിരിച്ച് ഒരു സന്തോഷത്തോടുകൂടി ഒരു ക്രിസ്മസ് ആശംസകൾ പറഞ്ഞു. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ ഉറക്കൊക്കെ പോവുകയും അതിനുവേണ്ടിയുള്ള പരിപാടിയിൽ തത്രപ്പാടായിരുന്നു. ഞാൻ ഇതുവരെ പ്രദർശനമൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ടും നടന്നൊക്കെ വന്നതുകൊണ്ടും ക്ഷീണമൊക്കെ മാറി. അതൊക്കെ വലിയ തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നറിയാം. ക്ഷീണമല്ലാതെ ഉണ്ടെങ്കിൽ ഉറങ്ങിക്കോ, തൊട്ടടുത്തിരിക്കുന്ന ആളെയും കൂടി ഒന്ന് പരിഗണിച്ചോളൂ എന്ന് മാത്രം. അതിനാണ് അടുത്തിരിക്കുന്നത് ആരാ, പെട്ടെന്ന് വീണാൽ ആരാണ് നോക്കാൻ പോകുന്നതല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാതെ തൊട്ടടുത്ത് ആരായിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. സ്നേഹമുള്ളവരെ, നമ്മള് ഒത്തിരിയേറെ ക്രിസ്തുമസുകൾ ആഘോഷിച്ച് പല രീതിയിലൊക്കെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷിക്കാനൊക്കെ ഒരുങ്ങി നന്നായിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് പറ്റാവുന്നവരൊക്കെ വീട്ടിലും അല്ലാത്തവരൊക്കെ പുറത്തൊക്കെ പോയി. കുറേ പേർക്ക് സമയം കിട്ടിയില്ല, എന്നാലും അത്യാവശ്യം പറ്റാവുന്ന രീതിയിലൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുന്നുണ്ട്. കാരണം എന്താ, നമുക്ക് നല്ല സന്തോഷമുള്ള ദിവസം. ക്രിസ്മസ് നമുക്ക് എപ്പോഴും സന്തോഷമുള്ളതാണ് അല്ലേ? നമ്മുടെ ചെറുപ്പകാലം തൊട്ട് ഇന്നേ വരെ ക്രിസ്തുമസ് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുള്ള ദിവസം. ഈശ്വരനൊക്കെ നമ്മൾ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഭയങ്കര ഉപവാസവും നോമ്പും പ്രാർത്ഥനയൊക്കെ എടുത്ത് ത്യാഗങ്ങളുടെ ഒരു ദിവസങ്ങളാണെങ്കിൽ ക്രിസ്തുമസിനുള്ള ഒരുക്കം നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. ലൈറ്റുകൾ ഇട്ട് നക്ഷത്രം ഇടുന്നു, കരോട് വരുന്നു, വീട്ടില് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു, സമ്മാനങ്ങൾ കൈമാറുന്നു, സ്കൂളിൽ സെലിബ്രേഷൻസ് നടക്കുന്നു, കേക്ക് മുറിക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമാണ് ക്രിസ്മസ്. എവിടെ നോക്കിയാലും പ്രതീക്ഷയുടെ ആണ്, പ്രത്യാശയുടെ ക്രിസ്മസ് ആണ്, സന്തോഷത്തിന്റെ ക്രിസ്തുമസ് ആണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. വീടാണ് വിലേഹം എന്ന് പറഞ്ഞ അപ്പമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ പെട്ടെന്നൊരു എന്നെ ടച്ച് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. അവൻ്റെ മുതലാളിയുടെ വീട്ടിൽ മകളുടെ കല്യാണമാണ്. മകളുടെ കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലെ ഒത്തിരിയേറെ ഭക്ഷണം ബാക്കിയുണ്ട്. നല്ല ബിരിയാണിയാണ്. ഇനി ബിരിയാണിയുടെ കാര്യമൊക്കെ പറയാതെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. വീട്ടിൽ പോയി നല്ല ബിരിയാണിയാണ്, നല്ല ബിരിയാണിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വളരെ പാവപ്പെട്ട ഒരു ആ വീട്ടിലെ ഒരു സർവൻ്റായിട്ട് നിൽക്കുന്നവരാണ്. അങ്ങനെ ആ വീട്ടിൽ ചെന്നു, ഒരു നേരത്തിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. ഇവൻ ആ വീട്ടിൽ പണിക്ക് ചെന്നു. ആ വീട്ടിൽ കല്യാണം നടന്നു, ബാക്കി വന്ന ഭക്ഷണം ഉണ്ട്. അപ്പം മുതലാളിയോട് പറഞ്ഞു, നീ ബാക്കി ഭക്ഷണം ആവശ്യമായി കൊണ്ടുവരുമ്പോൾ എന്ന് പറഞ്ഞ് ഇവനെ കിച്ചണിലേക്ക് വിട്ടു. ഇവൻ കിച്ചണിൽ പോയി നോക്കുമ്പോൾ വലിയൊരു എന്താ പറയുക, വലിയൊരു പാത്രം നിറയെ ബിരിയാണി ബാക്കിയിരിക്കും. ഇത് മുഴുവൻ ഇവനെ കൊണ്ട് കഴിച്ചു തീർക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ അവിടെ കിടക്കുന്ന ബിരിയാണിയുടെ കവറ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബിരിയാണി പാക്കറ്റ് ഉണ്ടാക്കുന്ന കവറുണ്ടല്ലോ, അതിൻ്റെ കവർ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ അരിയുടെ പേര് ബസുമതി അരിയാണ് അല്ലേ? നമ്മൾ ബസുമതി അരി വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കുന്നത്. ബസുമതി അരി വെച്ചാൽ പെട്ടെന്ന് ഇവൻ്റെ ഉള്ളിൽ ഒരു വേദന, ഒരു സങ്കടം, ഒരു വിങ്ങലോടെ ഓർത്തു. ഇവന്റെ മകളുടെ പേര് ബസുമതി എന്നാണ്.
പലരും നമുക്ക് സ്ഥലം നൽകാതെ നമ്മളെ കളിയാക്കിയിട്ടുണ്ടാകാം, പലരും നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. കാരണം നമ്മുടെ കൂടെ ഈശോ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴൊന്നും സങ്കടപ്പെടേണ്ട. കാരണം നമുക്ക് മാതൃകയായ നമ്മുടെ അപ്പനും ഇതുപോലെ ഒറ്റപ്പെട്ടിട്ടുണ്ട്, മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും വാതിൽ ഒട്ടിയടക്കപ്പെട്ടിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൂടെ ഈ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും നമ്മുടെ ഈശോയെ മനസ്സിലാക്കാം. എന്തിനാണ് ദൈവം മനുഷ്യനായി മണ്ണിൽ അവതരിച്ചത്? എന്തിനാണ്? ദൈവം ആദ്യമായിട്ടാണോ ലോകത്ത് അവതരിച്ചത്? വരുന്നുണ്ടോ? ദൈവം ആദ്യമായിട്ടാണോ ഈ ലോകത്തിൽ അവതരിച്ചത്? ആണോ? 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 സംശയമുണ്ടോ? എങ്ങനെയൊക്കെയാണ് ദൈവം ലോകത്തിൽ അവതരിച്ചത്? എപ്രകാരമൊക്കെയാണ്? കേട്ടില്ലേ? അത് മനുഷ്യനെ അവതരിച്ചു. അതിനു മുമ്പ് ദൈവം എപ്രകാരമൊക്കെയാണ് ഈ ലോകത്തിൽ അവതരിച്ചത്? പ്രവാചകന്മാർ വഴി, അല്ലാതെ ഡയറക്റ്റ് വചനമായി കുറച്ചുകൂടി പരിശുദ്ധാത്മാവായി പറഞ്ഞു, കൽപ്പനകൾ വഴി, ഹോംവർക്ക് പറഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെ ദൈവം ഈ ലോകത്തിൽ അവതരിച്ചത്? എങ്ങനെയൊക്കെ? തീയായി, ഉയർത്ത മനുഷ്യനായിട്ട്, അല്ലാതെ വെളിച്ചമായി, ശിശുവായി, ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ വന്ന് അവതരിച്ചത്. തന്നെ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി ഇതാ ഒരു കുഞ്ഞു ശിശുവായിട്ട് ഈ ലോകത്തിൽ വന്ന് അവതരിക്കുകയാണ്. ഞായറാഴ്ച പ്രസംഗം ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. എന്നാലും ഈ ഒരു ആകത്തുക എത്രയാണ്? ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതരിച്ചതിന്റെ ഓർമ്മയാണ്, നമ്മിൽ ഒരുവനായിട്ട് അവതരിച്ചതിന്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്. ഈശോ ഈ ലോകത്തിലേക്ക് പിറന്നു കേട്ടത് ആദ്യമായിട്ട് കേട്ടത് ആരാ? ഈശോ മനുഷ്യനായിട്ട് പിറന്നത് ആദ്യമായിട്ട് കേട്ടത് ആരാ? ആട്ടിടയന്മാരാ. അത് കേട്ടവരുടെ പ്രതികരണം എന്തായിരുന്നു? അവർ സന്തോഷത്താൽ തുള്ളിച്ചാൽ എന്നാണ് പറഞ്ഞത്. സങ്കടപ്പെട്ടു. ഉറക്കത്തിനാണല്ലോ പറയണ്ടല്ലോ, അല്ല ഉറക്കത്തിനാണല്ലോ ആട്ടിടയന്മാർക്ക് പറഞ്ഞത്. സങ്കടമായിട്ടുണ്ടാവല്ലോ, ആരാണ് ഉറക്കത്തിനെ വിളിച്ചേൽപ്പിച്ച് എന്നൊരു വിഷമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്താണ് പറഞ്ഞത്? ആട്ടിടയന്മാർക്ക് അവരുടെ വികാരം എന്തായിരുന്നു? അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? ആഗ്രഹം. അതിനു മുമ്പ് എന്തുണ്ടായത്? അതിനു മുമ്പ് എന്താ സംഭവിച്ചത്? നമ്മൾ ഈ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും 12 വരെ പോകും. അതിനു മുമ്പ് എന്താ സംഭവിച്ചത്? ആട്ടിടയന്മാർക്ക് മാലാഖമാരെ ദൈവദൂതന്മാരെ ഇറങ്ങിയവരോട് പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? അവര് ചാടി എണീറ്റ് ഓടി ആ ലോകത്തോടെ തുള്ളിച്ചാൽ. പിന്നെ മറ്റേ ഒരു പരസ്യം പറയില്ലേ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ദൈവത്തിനെ നമ്മളെ ഓടി വന്ന് ആരാധിക്കണം. അത് ഏത് സമയത്താണെങ്കിലും, പകലാണെങ്കിലും രാത്രിയാണെങ്കിലും പാതിരയ്ക്കാണെങ്കിലും ഈശോയെ നമ്മൾ ആരാധിക്കണം. ആരാധിച്ചതിലൂടെ ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്തോഷം, അവർക്ക് ലഭിച്ച ആ ഒരു അനുഭവം, അവർക്ക് ലഭിച്ച അറിയിപ്പ് അവർ പൂർത്തിയാക്കി. അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ പൂർത്തിയാക്കി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളുണ്ട്. പല സ്ഥലത്തും പല സമയത്തും ദൈവത്തെ ആരാധിക്കാനൊക്കെ നമുക്ക് സമയമുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ പല കാരണങ്ങൾ പറഞ്ഞ് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്.
ഈശോയുടെ ജനന വാർത്ത വേറൊരാളായിരുന്നു. ആരാ? ഹെറോദേസ്. അവൻ എന്ത് ചെയ്തു? നാളെ ആവട്ടെ, പോയിട്ട് വരട്ടെ, ഞാൻ അങ്ങനെ മണ്ണാവണ്ടല്ലോ, ഈ അവര് ഒരു പറഞ്ഞത് കേട്ട് ഞാൻ പോട്ടെ, കാരണം ഞാൻ ബുദ്ധിമാൻ ചെയ്യാനായിട്ട് പഠിക്കരുത്. നമ്മുടെ കരുണ അറിയിക്കുന്ന, സഹായം അറിയിക്കുന്ന യാതൊരു ഈ ബിസിനസ് ആഘോഷിച്ച് ഈ ആഘോഷം പോകും. അടുത്ത വർഷത്തേക്ക് നമ്മൾ പ്രവേശിക്കും. വീട്ടിൽ ക്രിസ്മസ് വീട്ടിലെ ക്രിസ്മസ് പോകും. പോകും ഈ ദിവസം അതൊക്കെ ഒരു വൃത്തിക്ക് പോകാനായി വീട്ടിൽ ഏറ്റവും ഒക്കെ നമുക്കൊക്കെ 40 ദിവസത്തിൽ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റിയ ദിവസങ്ങൾ നമ്മളായിട്ട് ചെയ്യാം. നമ്മുടെ പേരുകൾ ഇവിടെ എഴുതപ്പെടും. എപ്പോഴാണ് എഴുതപ്പെടുക? സമ്പത്താണ്. ഇല്ലെങ്കിൽ നമ്മുടെ ആ മക്കളുടെ അധ്വാനിച്ച് ജോലി ചെയ്ത് അവരുടെ മാതാപിതാക്കളോ അവരുടെ ഭൂമികളൊക്കെ ഉണ്ടാക്കി വെച്ച സ്വത്ത് ആഗ്രഹിക്കണമെന്ന് ബുദ്ധിപിടിച്ച് പരസ്പര സഹോദരന്മാർ തമ്മിൽ കലഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ പല ഭവനങ്ങളും ഞാൻ ചെയ്യുമ്പോൾ സ്വർണ്ണത്തിൽ പറ്റി നിങ്ങൾ വിലപിക്കണം. എഴുതപ്പെടേണ്ടതിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടാതെ പോകുന്നതിനെ പറ്റി നിങ്ങൾ വിലപിക്കണം. പാവപ്പെട്ട ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതിന് മുന്നിൽ നമ്മുടെ വാതിൽ കൊട്ടി കിടക്കുമ്പോൾ സ്വർഗത്തിൽ എഴുതപ്പെടാതെ പോയ പേരിനെ പറ്റി നമ്മൾ വിലപിക്കണം. ഈ സമ്പത്തിന്റെ പേരിൽ അടിപിടി കൂടി നശിച്ചു പോകുന്നത് കാണാനായിട്ട് സ്നേഹം കൊണ്ട് എല്ലാ കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ രൂപപ്പെടുന്നത് സമ്പത്തിന്റെ പേരിൽ. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി സമയം മാറ്റി ദൈവം നൽകിയിരിക്കുന്ന സമയം, ദൈവം നൽകിയിരിക്കുന്ന കഴിവുകള് തിരിച്ചറിഞ്ഞ് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ ഇന്ന് നമ്മുടെ വിശ്വാസത്തിൽ വളർത്തിയിരുന്നു. നാളെ നമ്മൾ നമ്മുടെ തലമുറയിൽ ഇന്ന് നമ്മൾ വിശ്വാസത്തെ എന്റെ ബിസിനസിന്റെ പേരില്, എന്റെ ജോലിയുടെ പേരില് ഞാൻ വിശുദ്ധ കുർബാന മുടക്കി, എന്റെ കുടുംബത്തോട് കൂടി ചെലവഴിക്കേണ്ട ദിവസങ്ങൾ മുടക്കി, എന്റെ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ എന്റെ സ്ഥാപനം, എന്റെ ബിസിനസ്, എന്റെ ജോലി എന്ന് പറഞ്ഞ് നമ്മളോടൊപ്പം ഞാനും എന്റെ തലമുറയും സന്തോഷിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ മാറ്റിവെക്കുന്ന സമ്പത്ത് എനിക്കും എന്റെ തലമുറയ്ക്കും ശാപമായി തീരുമെന്ന് നമ്മൾ ഓരോരുത്തരും ദൈവത്തിരിക്കുന്ന കഴിവുകളില്ല മുഖത്തിരിക്കുന്നു. സ്നേഹത്തോടു കൂടി കുടുംബത്തോടു കൂടെ പങ്കുവയ്ക്കാൻ സമയം, എന്റെ സഹോദരങ്ങളോട് കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കാനായിട്ട് സമയം കിട്ടുന്നു. എന്റെ മിത്രാദികളോട് കൂടെ, സുഹൃത്തുക്കളോട് കൂടെ ഒരുമിച്ചിരുന്ന് പങ്കുവയ്ക്കാനായിട്ട് സമയം കിട്ടുന്നു. വിനീതനായ കൂടെ ഞങ്ങളും ദിവ്യപൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യാവതാരത്തിൽ ധന്യരായ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും മിശിഹാവതീർണനാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായി നയിക്കും. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. ചുറ്റും ചിരകാലോ
എന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമോർത്തിടാം പാവനമീ ബലിയിൽ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേൻ. മർമ്മമായെയും നിരസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയോർത്തിടാം. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. വൃദ്ധരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ബുദ്ധികരായിടുവാൻ ഏകദൈവമേ വിശ്വസിക്കുമർത്തിരാ ഞങ്ങളങ്ങയിൽ സൃഷ്ടി ചെയ്ത ദൈവമേ സർവമായ സർവശക്തനായ ദൈവമേ വിശ്വസിക്കുമർത്തിരാ സർവസൃഷ്ടിജാലം ദൈവമാം സത്യകാരണങ്ങളിൽ സാധ്യജാതനാം സൃഷ്ടിയല്ല ഭക്തരാം ഈശ്വദൈവജൻ വിശ്വസിക്കുമർത്യരാം ഞങ്ങളങ്ങയിൽ ലോക സൃഷ്ടി പൂർത്തിയായ
മധ്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മധ്യരൂപവാണിഹേ കന്യകാത്മജൻ പിലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാകവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂര്യനെ മഞ്ഞിലും തിരൻ പകർത്തൂർണ്ണ ശോഭയിൽ സ്വർഗമാന മഹിമയോടെ നിത്യപിതാവൻ വരതുമാനമാകുവാനു മഹിമനാവേ ഒടുവിലെത്തു നീമതിയിലെത്തു വിധിയുവാ സകലരും ശ്രമിക്കുവാ നിന്ന പോലെ സുരനിൽ നിന്നുവേ പ്രഭവമാകുവാനിടുന്ന സത്യദൈവമായി ജീവനേരുന്ന മഹിള പാവനാത്മനിൽ വിശ്വസിക്കു പൂർണ്ണമായി ഞങ്ങളേവരും ഏകമാണ് ധന്യമാണ് പാവനം സഭാ സ്നേഹിക പ്രഭാവമാണ് സർവശരീരം പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റു സ്വർഗസാഗരം ഞങ്ങളേവരും മധ്യമത്തിയായപ്പോ നിത്യജീവനും ഏറ്റു ചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും സകലത്തിലെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്യാസന്മാരും മേധാസന്മാരും മെത്രാന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരെയും ബ്രഹ്മചാരികളെയും കന്യകളെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരന്മാർ എന്നിവരെയും ഓർമ്മകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും ശ്രദ്ധിച്ച് ഈ ലോകങ്ങളിൽ പോയ എല്ലാവരും വിശ്വസിക്കാൻ ഈ പേര് നമുക്ക് സാഹിത്യം കാരണമാവട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. നിങ്ങളോട് കൂടെ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അന്താപത്തോടും വിശ്വത്തോടും കൂടെ കർത്താവിനെയും അവിടുത്തെ ചെയ്യാം. നിങ്ങൾ ഇവിടെ അനുഷ്ഠിക്കുകയും സൂക്ഷിക്കുകയും വൈവിധ്യമായ ദേശങ്ങൾ ഉദാസീനപ്പെടുന്നു. സമാധാനം ശ്രമമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നു. കണ്ണുകൾ താഴ്ത്തി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ അഖില ജരാചര കർത്താവാ ദൈവ തിരുവലിയ ും
സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ മന്നവരവരുടെ പരിമകളാൽ ഉന്നത വീതിയിൽ ഹോശാന, ദാവീദിൻ സുതൻ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുവരാജാവാൻ, വീണ്ടും വരുവോരും ധന്യൻ, ഉന്നത വീതിയിൽ ഹോശാന, 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 ഹോശാന. മനുഷ്യനായി അവതരിച്ച് ഈ ലോകത്തെ രക്ഷിക്കാൻ തിരുമനസ്സായ നല്ല ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ ജീവിതത്തിലെ കൊട്ടിയടക്കപ്പെട്ട സത്രങ്ങളാകാതെ എൻ്റെ ജീവിതത്തെ ദൈവത്തിന് കിടക്കാനുള്ള പുൽക്കൂടുകളാക്കി നമുക്ക് മാറ്റാം. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ. തകർച്ചയിലേക്ക് വീടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഇടവക കുടുംബത്തെ, ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി സേവനം ചെയ്ത ഞങ്ങളുടെ എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ സമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ ആലയത്തിൽ ബലിയർപ്പിക്കാനായി വന്നു ചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു ക്രിസ്തുമസ് ആയി തീരാൻ, ഞങ്ങളുടെ ജീവിതത്തിലും ഈശോയുടെ ജനനത്തിലൂടെ ഒരു മാറ്റം സംഭവിക്കാൻ, പാപത്തിന്റെ കറകളുള്ള മലിനമായ പുൽക്കൂടായ ഞങ്ങളുടെ ഹൃദയങ്ങൾ എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന ഇടമായി തീരാൻ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ചിന്തകളിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ വൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ
എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലയോ പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതധ്യക്ഷനുമായ മാർ പോൾ മെത്രാനും പുരോഹിതന്മാർ, വിശ്വസ്തന്മാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ഭക്തരുടെ ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യ പ്രത്യാശപൂർവ്വം കാത്ത് വിവിധ നിയോഗങ്ങളുമായി ഈ ക്രിസ്മസ് കുർബാനയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടവക കുടുംബത്തിന് വേണ്ടിയും വിവാഹത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടിയും ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടവകയിലെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടവകയെ പല രീതിയിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ താമസിച്ച് ഇതിനെ ആസ്വദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വെറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനീയവും വിസ്മയാവകവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശുദ്ധത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും ഞങ്ങളടയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശ്വസിയായ നിന്റെ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുമോ എന്നിൽ നിത്യം ജീവിക്കും നേടുവൻ സ്വർഗം നിശ്ചയമാ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീടകളാക്കുകയും ജ്വലിക്കുന്ന ആദരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന എന്നിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തോടെ ആവർത്തിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ശക്തനായ സർവേശ്വരനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ കാലത്ത് എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. Oh,
സമീപിച്ച് വിൽപ്പമ്പലാൻ യോഗ്യരാകട്ടെ. നമുക്കെല്ലാവർക്കും ഇവിടെ രാജാവിധേയത്തിന് ശ്രുതികളും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം മനുഷ്യവംശത്തിലാണ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടി അങ്ങയെ സ്തുതിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രതീക്ഷയായ മിശിഹായ ഈ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങളുടെ അനന്തകാലത്തിന് എന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെ നാഥായ എന്നേക്കും. ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നീടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എന്റെ പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ജ്ഞാനം നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവനേകും ഞാൻ ഏവം നാദനരുൾ ചെയ്തു. പ്രവചനമഖിലം സമയത്തിൻ തികവിൻ
തിരുസുതനാഗതനായി പാപത്തിൻ മതിൽ നീക്കുകയും പരമാനന്ദം നൽകുകയും കനിവുടും ചെയ്തതെ ആദരവായി കരുണാരൂപനെ പാർത്തിടാം. കഴിയാത്തവരിൽ കർത്താവിൻ കൃപയുണ്ടാകണമെന്നാളും ദിവ്യാനുഗ്രഹത്തോടെ പരിപാവനവിയാഗത്തിൽ പങ്കാളികളായി തീർന്നവരിൽ തിരുജനം വരമരുളട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പാടി ആ
Hallelujah.